Morning. Magic morning. Magic morning. Magic morning. Magic morning. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. Magic സോ morning. നമുക്ക് സെഷൻ എടുക്കുക നമ്മുടെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള സാജിദ എസ് മാം ആണ്. ഓക്കെ, ഓൾറെഡി മാം നമുക്ക് സെഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാമിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് ഹാപ്പിനെസ് ലീഡ്സ് ടു സക്സസ് ആണ്. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി സാജിദ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സാജിദ മാം, പ്ലീസ് വെൽക്കം മാം. Thank you, ma'am. Magic morning. മാജിക് മോർണിംഗ്. Magic Ma'am, morning. host option തരോ? ഓക്കെ, ഷുവർ മാം. മാം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടേ. One second. Okay, screen കാണുന്നുണ്ടല്ലേ? പോയോ? ഓക്കെ ആണ് മാം. Okay. Okay. Okay, ഇന്നത്തെ എൻ്റെ ടോപ്പിക് സക്സസ് സീഡ് ഓഫ് 2026 ആണ്. അതായത് ഹാപ്പിനെസ്, സന്തോഷമാണ് 2026 സക്സസ് സീഡ്. സോ ബിഫോർ യു സേ ഹാപ്പി ന്യൂ ഇയർ, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്, നിങ്ങൾ ആക്ച്വലി ഹാപ്പി ആണോ എന്ന്. സോ ബിഫോർ യു ആസ്ക് യുവർ സെൽഫ്, കൻ ഐ ആസ്ക് യു, ആർ യു ഓൾ ഹാപ്പി? പ്ലീസ് ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. നിങ്ങൾ ഹാപ്പി ആണോ? യെസ് ഓർ നോ? No. നോ. എത്ര ബോൾഡി നോ പറഞ്ഞത്? യെസ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ പുറത്ത് ഹാപ്പിയും ഉള്ളിലൊരു വിഷമവും അല്ല. ഹാപ്പിനെസ് മീൻസ് ഇറ്റ്സ് എ ഫീലിംഗ്. യു ഷുഡ് സ്റ്റാർട്ട് ഫീലിംഗ് ഹാപ്പി ഫ്രം വിത്തിൻ, ഫ്രം ദി ബോട്ടം. ഹാപ്പി. ചില ആൾക്കാർ പറയാറുണ്ട് ഐ എം ഹാപ്പി എന്ന്, ബട്ട് ഉള്ളിൽ കുറെ വിഷമെല്ലാം കൊണ്ട് നടക്കും, പുറത്ത് വലിയ ഹാപ്പി. ബട്ട് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലും പുറത്തും നല്ല ഹാപ്പി ആയിരിക്കണം. സോ ഹാപ്പിനെസ് എന്നുള്ളത് ഒരു സക്സസ് സീഡാണ്. സക്സസ് സീഡ് എന്ന് പറഞ്ഞാല് ലൈക്ക് നമ്മള് സീഡ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയല്ലോ, അതിന് നല്ല വെള്ളവും മാനുറലും വെക്കണം അത് വളരാൻ. അതുപോലെ തന്നെയാണ് സക്സസ്ഫുൾ ആവാനുള്ള സീഡാണ് ഹാപ്പിനെസ്. ആ ഹാപ്പിനെസ് എന്നുള്ള സീഡിനെ നല്ല നേച്ചർ ചെയ്ത് നല്ല വളർത്തിയാൽ സക്സസ് ഓട്ടോമാറ്റിക്കലി നാച്ചുറലിയും വരും. സോ ഇതൊരു റിസർച്ച് കണ്ടുപിടിച്ച് 50% ഓഫ് ദ പീപ്പിൾ, 50% ആൾക്കാരും ഹാപ്പിനെസ് ജനറ്റിക്കലി ദേ ആർ ഹാപ്പി. ലൈക്ക് അവര് ജനറ്റിക്സിൽ തന്നെ അവർ ഹാപ്പി എന്നുണ്ടാവും, അവര് ഇതുണ്ടാവും. പിന്നെ 10% മാത്രമേ ഉള്ളൂ ലൈഫ് സർക്കംസ്റ്റൻസസ്. ലൈഫ് സർക്കംസ്റ്റൻസ് എന്ന് പറഞ്ഞാല് അവര് എന്തെങ്കിലും ജോലി കിട്ടി, നമ്മൾ വിചാരിക്കുന്നില്ല ഈ ജോലി കിട്ടിയാൽ എനിക്ക് ഹാപ്പി ആവും, അല്ലെങ്കിൽ ഇത്ര പൈസ കിട്ടിയാൽ എനിക്ക് ഹാപ്പി ആവും. അതെല്ലാം 10% ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് അതാണ് വലുതെന്ന്. ഓരോ ലക്ഷ്യം കിട്ടിയാൽ ഹാപ്പി ആവുമെന്ന് വിചാരിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ചെറുതുണ്ടാകുമ്പോൾ വിചാരിച്ചു ഇത് കോളേജിലെത്തുമ്പോൾ ഹാപ്പി ആവുമെന്ന്. കോളേജിലെത്തിയിട്ടാകുമ്പോൾ വിചാരിച്ചു എന്തെങ്കിലും ജോലി കിട്ടി. അപ്പോൾ ഹാപ്പിനെസ് ഓരോ ലക്ഷ്യം കിട്ടുമ്പോൾ സന്തോഷം കിട്ടും എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഭൂരിപക്ഷം ആൾക്കാർ. പക്ഷെ സത്യം ഇതാണ്, ആകെ 10% ഉള്ളൂ അത് നമ്മളെ ഹാപ്പിനെസ്സിൽ, അത് നമ്മളെ ഹാപ്പിനെസ് ആയിട്ട് കണക്കൂട്ടുന്നത്. 50% ജെനറ്റിക്സ് ആണ്, അത് ടച്ച് ചെയ്യേണ്ടതില്ല. ബട്ട് ദ ഹാപ്പി ന്യൂസ് ഈസ് ദാറ്റ് 40% എന്നുള്ളത്, 40% നമ്മളെ മൈൻഡ് സെറ്റും ഡെയിലി ഹാബിറ്റും ആണ്. ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. മൈൻഡ് സെറ്റും ഡെയിലി ഹാബിറ്റ് 40%. സോ മൈൻഡ് സെറ്റ് ആൻഡ് ഡെയിലി ഹാബിറ്റ് പറഞ്ഞാൽ നിങ്ങൾ ബി മാജിക്കലി ചെയ്യുന്ന അഫർമേഷൻ, വിഷ്വലൈസേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ ഡെയിലി ഹാബിറ്റ് താങ്ക്ഫുൾ ആവുക, അതൊക്കെയാണ് 40%. ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ബാക്കി 50%ഉം 10%ഉം നമുക്ക് ലെറ്റ്സ് കീപ് ഇറ്റ് അസൈഡ്. ബട്ട് ഈ 40% വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളെ ഹാപ്പിനെസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ,
ഒരേ ഫാമിലിയിൽ ജനിച്ച രണ്ടാൾക്കാര്, രണ്ട് ബ്രദേഴ്സ്. ഒരു ബ്രദർ നല്ല ഹാപ്പിയാണ്, മറ്റേ ബ്രദർ ഭയങ്കര വിഷമിച്ചിട്ടിരിക്കും, സാഡാണ്, മീൻസ് അത്ര ഹാപ്പിനെസ് ഇല്ല. വൈ? രണ്ടാളെയും ജെനറ്റിക്സ് സെയിം തന്നെയാണ്, രണ്ടാളും ഒരേ ഫാമിലിയിലുള്ള രണ്ട് സിബ്ലിങ്സ് ആണ്, രണ്ടാളും ഒരേ സിബ്ലിങ്സ് ആണ്. പിന്നെ രണ്ടാളും ലൈഫ് സർക്കംസ്റ്റൻസസും ഒന്ന് തന്നെയാണ്, രണ്ടാൾക്കും ഓൾമോസ്റ്റ് ഒരേ ടൈപ്പ് ജോലിയുണ്ട്, ബാക്കിയെല്ലാം ഒരുപോലെയാണ്. മാത്രം ഒരു ബ്രദർ എന്താ ചെയ്യുന്നത്, ഗ്രാറ്റിറ്റ്യൂഡും കൃതജ്ഞതയും പിന്നെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അത് പോസിറ്റീവ് സെൻസിൽ എടുക്കുന്നു, പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ആളാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നെക്സ്റ്റ് ടൈം ശരിയാവും, ഇതെനിക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ എടുക്കുന്നത്. മാത്രം മറ്റേ ബ്രദർ എന്താ ചെയ്യുന്നത്, നെഗറ്റീവായി തിങ്ക് ചെയ്യുന്ന ബ്രദർ, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല, എല്ലാം ലൈഫിൽ എന്ത് സംഭവിച്ചാലും അത് നെഗറ്റീവായി എടുക്കുന്നത്. അപ്പം ഈ ഫസ്റ്റ് ബ്രദറാണ് ഹാപ്പിയർ. എന്തുകൊണ്ട്? ബിക്കോസ് ഹീസ് പ്രാക്ടീസിങ് മൈൻഡ് സെറ്റ് ആൻഡ് ഡെയിലി ഹാബിറ്റ്. ബാക്കി 60% വി കനോട്ട് ടച്ച്. മാത്രം ഈ 40% കോൺസെൻട്രേറ്റ് ചെയ്താൽ വി വിൽ ബി ഹാപ്പി. എത്ര പേര് ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെറുതുണ്ടാകുമ്പോൾ വിചാരിച്ചു കോളേജിൽ എത്തുമ്പോൾ ഹാപ്പി ആവും. അങ്ങനെ അധികം ആൾക്കാരും വിചാരിക്കുന്നത് ഞാൻ എപ്പോ ഹാപ്പി ആവും, എനിക്ക് കുറെ ക്യാഷ് കിട്ടിയാൽ ഞാൻ ഹാപ്പി. ഇപ്പൊ എനിക്ക് എൻ്റെ അടുത്ത് അത്ര പൈസ ഇല്ല, കുറെ ക്യാഷ് കിട്ടുമ്പോൾ ഞാൻ ഹാപ്പി ആവും. അല്ലെങ്കിൽ ചില ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഈ സിറ്റുവേഷനിൽ എത്തുമ്പോൾ ഹാപ്പി ആവുന്നു. ചില ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങിയാൽ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലി റിലേഷൻഷിപ്പ് ശരിയായാൽ, എൻ്റെ വൈഫ് എന്നോട് നേരെ സംസാരിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ എൻ്റെ വൈഫിന് ജോലി കിട്ടിയാൽ, അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ശരിയാവും. അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടിയാൽ ഞാൻ ഹാപ്പി ആവും. അല്ലെങ്കിൽ ഞാൻ ആ സ്ഥലത്തേക്ക് പോയാലായിരിക്കും ഞാൻ ഹാപ്പി ആവുന്നത്, കുറച്ചും കൂടി ഹാപ്പി ആവുന്നത്. അങ്ങനെയാണ് അധികം ആൾക്കാര് ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടോ? എനിക്ക് ഇത് കിട്ടിയാൽ ഹാപ്പി ആവും വിചാരിക്കാറുണ്ടോ? യെസ് ഓർ നോ? ചാറ്റ് ബോക്സിൽ എനിക്ക് എന്തെങ്കിലും കിട്ടിയാലോന്ന് ഹാപ്പി ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടോ? ഐ വാസ് ലൈക്ക് ദാറ്റ്. വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഇപ്പൊ അല്ല, പണ്ട് ഐ വാസ് ലൈക്ക് ദാറ്റ്. ഞാൻ എന്തെങ്കിലും ഐ യൂസ് ടു പോസ്റ്റ്പോൺ മൈ ഹാപ്പിനെസ്. ഇത് കിട്ടിയാൽ ഹാപ്പി ആവും, അത് കിട്ടിയാൽ ഹാപ്പി ആവും. ബട്ട് ദ ഫാക്ട് ഈസ് ദാറ്റ് ഇഫ് യു ആർ ഓൾറെഡി ഹാപ്പി, നിങ്ങളകത്ത് ഓൾറെഡി ഹാപ്പി സന്തോഷം ഉണ്ടെങ്കിൽ യു ക്യാൻ അറ്റൈൻ എവറിത്തിങ് യു റെഡ് അബൌ. നിങ്ങൾ ഓൾറെഡി ഹാപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് മോള് പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ ഹാപ്പി ആവും, എനിക്ക് ജോലി കിട്ടിയാൽ ഹാപ്പി ആവും, അങ്ങനെയെല്ലാം പറയുന്നില്ലേ? അപ്പൊ നിങ്ങൾ ഓൾറെഡി സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇത് മുമ്പ് മേൽ പറഞ്ഞ ജോലിയോ കോൺഫിഡൻസോ പിന്നെ ഈ സംസാരിക്കാനുള്ള കോൺഫിഡൻസിന് വരെ ഹാപ്പിനെസ് വേണമെന്ന് അറിയുന്നു. ഹാപ്പിനെസ് എന്നുള്ളത് ബേസ് ലൈനാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഹാപ്പിനെസ് എന്നുള്ളത് ഒരു സീഡാണ്. ആ സീഡ് സീഡ് വളർത്താനും നേച്ചർ ചെയ്യാനും പറ്റണം. ബിക്കോസ് ഒരു പ്രോവർബില്ലേ, ഹാപ്പിനെസ് ഈസ് എ ജേർണി നോട്ട് എ ഡെസ്റ്റിനേഷൻ. സന്തോഷം എന്നുള്ളത് ഒരു ജേർണിയാണ്, ഒരു യാത്രയാണ്, അല്ലാതെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് പോയിട്ട് എത്തിയിട്ട് കിട്ടുന്ന സംഭവമല്ല സന്തോഷം. നിങ്ങൾ എപ്പോഴെങ്കിലും പാസ്റ്റിനെ പറ്റി ഓർത്താലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി എക്സൈറ്റഡ് ആയാലോ യു ആർ നെവർ ഗോയിങ് ടു ബി ഹാപ്പി. സോ എപ്പോഴും പ്രസന്റ് മൊമെന്റിൽ ജീവിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ ആർട്ട് ഓഫ് ലിവിങ് ചെയ്തിരുന്നു, അപ്പൊ അവിടെയും പറഞ്ഞത് ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. സോ ഹാപ്പിനെസ് ഉള്ളത് ഈ മൊമെന്റിലാണ്. ഈ മൊമെന്റിൽ നിങ്ങൾ ഉള്ളുന്ന ഡീപ്പായിട്ട് സന്തോഷം ഫീൽ ചെയ്യാൻ തുടങ്ങിയാൽ സക്സസ് എന്നുള്ളത് നാച്ചുറലി നിങ്ങൾക്ക് വരും, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിരിക്കും. നിങ്ങൾ പേജ് മാജിക്കിന്റെ ആളാണ്. സോ ഐ നോ യു ഓൾ ബി ഫീലിംഗ് ദാറ്റ് ഡീപ്പ് ഹാപ്പിനെസ് വിത്ത് ഇൻ, ബിക്കോസ് നിങ്ങൾ രാവിലെ അഫർമേഷൻ വിഷ്വലൈസേഷനും എല്ലാം ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ വളരെ എളുപ്പമാണ്, ബിക്കോസ് നിങ്ങൾ ഓൾറെഡി നിങ്ങളെ ഹാപ്പിനെസ് എല്ലാം ഹാപ്പി ആവാനുള്ള സ്റ്റെപ്സ് എല്ലാം എടുക്കുന്നുണ്ട്. സോ സക്സസ് വിൽ ബി ഓൺ ഇറ്റ്സ് വേ. സോ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ എനർജറ്റിക് ആയിരിക്കും, മോട്ടിവേറ്റഡ് ആയിരിക്കും, മോർ പ്രൊഡക്റ്റീവ് ആയിരിക്കും. പിന്നെ നല്ല പെർഫോമൻസ് വിൽ ബി വെരി ഈസി. നല്ല ഓഫീസിലാണെങ്കിലും നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും. നിങ്ങളൊരു ഹാപ്പി മൂഡിൽ ഓഫീസിലേക്ക് പോയി നോക്ക്, വളരെ ഈ ഓഫീസിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നല്ല സ്പീഡ് ഉണ്ടാവും, നല്ല എനർജറ്റിക്കും ആയിരിക്കും, നല്ല പ്രൊഡക്റ്റീവ് ആയിരിക്കും. അതെല്ലാം നിങ്ങളെ വൈഫിനോടോ ഹസ്ബൻഡിനോടോ ഫൈറ്റ് എല്ലാം ചെയ്ത് മോന് 2 അടിയെല്ലാം കൊടുത്ത് നല്ല വിഷമത്തോടെ ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ ആ ദിവസമേ കൊള്ളായിരിക്കും, നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റൂല.
ബിക്കോസ് നിങ്ങളെ മൂഡ് ശരിയില്ല. നിങ്ങളെ മൂഡ് ശരിയില്ലാത്തപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വരെ പറ്റൂല. നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ പ്രൊമോഷനെ വരെ എഫക്റ്റ് ചെയ്യും, നിങ്ങളെ സാലറി ഇൻക്രിമെന്റിനെ എഫക്റ്റ് ചെയ്യും. ബിക്കോസ് നിങ്ങളെ പെർഫോമൻസ് ഡൗൺ ആവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷന് കിട്ടാൻ വരെ എളുപ്പമാണ്, നിങ്ങൾക്ക് നല്ലോണം വർക്ക് ചെയ്യാൻ വരെ എളുപ്പമാണ്. സോ ഹാപ്പിനെസ് എന്നുള്ളത് വളരെ ബേസ് ലൈനാണ്. ദാറ്റ് ഇസ് ദ സക്സസ് സീഡ് ഫോർ 2026. ഇതൊരു പ്രൊവർബാണ്. സക്സസ് ഈസ് നോട്ട് ദ കീ ടു ഹാപ്പിനെസ്, ബട്ട് ഹാപ്പിനെസ് ഈസ് ദ കീ ടു സക്സസ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പണ്ടൊക്കെ വിചാരിച്ചത് സക്സസ്ഫുൾ ആയാലാണ് സന്തോഷം കിട്ടുന്നത്. ഇത് അധികം ആൾക്കാരും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആയാൽ ഞാൻ ഹാപ്പി ആവുന്നു. ബട്ട് സത്യം ഇതാണ്, ഹാപ്പിനെസ് ഈസ് ദ കീ ടു സക്സസ്. സന്തോഷമാണ് സക്സസ്ഫുൾ ആവാനുള്ള താക്കോല്. അതാണ് സന്തോഷമാണ് താക്കോല്. ഇത് NLPയിലെ പ്രീ സപ്പോസിഷൻ ആണ്. NLPയിൽ കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. NLPയിൽ പറയുന്നത് തന്നെ നമ്മളെ ശരീരം എന്നുള്ള ലൈക്ക് ഇൻസൈഡ് അവർ മൈൻഡ് വി ആർ വെരി പവർഫുൾ എന്നാണ് പറയുന്നത്. നമ്മളകത്ത് ഡയമണ്ട് ഉണ്ട്. നമ്മളെ പുറത്തുള്ള ലോകം ഭയങ്കര വണ്ടർഫുൾ ആണ്. അതിനേക്കാളും വണ്ടർഫുൾ ആണ് നമ്മളെ ഉള്ളിലുള്ള ലോകം. സോ അതിലാണ് പറയുന്നത്, ഉള്ളിലെ ലോകം പറഞ്ഞാൽ നമ്മളെ അകത്ത് ഓൾ ദ പീപ്പിൾ ഹാവ് ഓൾ ദ റിസോഴ്സസ് വിത്തിൻ ദംസെൽഫ്. അതായത് നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാനുള്ള എല്ലാ റിസോഴ്സും നമ്മളെ അകത്ത് തന്നെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളെ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ ആവശ്യമുള്ളതാണ് കോൺഫിഡൻസ്, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, ഹാപ്പിനെസ്, ഇന്റലിജൻസ്. ഇതെല്ലാം നമ്മളെ അകത്ത് തന്നെ ഉണ്ട്. ഇത് നമ്മൾ ക്രിയേറ്റർ ഒരാൾക്കും ഒരനീതിയും കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ജനിച്ചു വളർന്നു, വെൻ വി വർ കിഡ്സ് എല്ലാവരും ഹാപ്പി ആയിരുന്നില്ലേ? എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ലേ? യെസ് ഓർ നോ? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ഈ ബി മാജിക്കിൽ ഇങ്ങനെ ഒരു ക്ലാസ് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഐ എം 100% ഷുവർ നിങ്ങളകത്ത് എല്ലാ റിസോഴ്സസും ഉണ്ടെന്ന്. സോ ജനിച്ചു വളരുമ്പോൾ തന്നെ കോൺഫിഡൻസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? യെസ് ഓർ നോ? യെസ്, ഓൾ ദ പീപ്പിൾ ഹാവ് ഓൾസോ. നിങ്ങൾ ഓരോരാളും ജനിച്ചു വരുമ്പോഴും നിങ്ങളകത്ത് എല്ലാ റിസോഴ്സസും ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ വളർന്നു വരുന്ന സിറ്റുവേഷൻസ്, ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ നെഗറ്റീവ് സ്ട്രോക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈഫിലെ സിറ്റുവേഷൻസ്, അതെല്ലാമാണ് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ലൈക്ക് ഇഫ് യു ഫീൽ യു ഡോണ്ട് ഹാവ് ദ റിസോഴ്സ്, അതെല്ലാമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതാക്കിയത്. ഞാനും ചെറുപ്പത്തിൽ ഭയങ്കര സൈലന്റ് ആയിരുന്നു, തീരെ സംസാരിക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് ഇയർ ആണ് ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് സച്ച് ക്ലാസ്സസ്. സോ അപ്പൊ എന്റെ കോൺഫിഡൻസ് ലൈക്ക് അത് അകത്തുണ്ടായിരുന്നു. ഐ കുഡന്റ് ടേക്ക് ഇറ്റ് ഔട്ട്. ബട്ട് ഞാൻ എന്റെ ഫുഡ് ചേഞ്ച് ചെയ്യപ്പോഴാണ് ഐ ക്യാൻ സ്പീക്ക് ലൈക്ക് ദിസ്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് 1 day ഫുൾ വേണമെങ്കിലും എടുക്കാം. സോ നിങ്ങൾ ഓരോരാളകത്തും ഇങ്ങനെ ക്ലാസ് എടുക്കാനുള്ള റിസോഴ്സസ്, കോൺഫിഡൻസ് നിങ്ങൾ ഓരോരാളകത്തും ഉണ്ട്. അത് നിങ്ങൾ ടാപ്പ് ചെയ്ത് എടുക്കണം. അത് എവിടെയും പോയിട്ടില്ല. കോൺഫിഡൻസോ ഇപ്പൊ ഹാപ്പിനെസ് ആയതുകൊണ്ട് ഞാൻ കോൺഫിഡൻസിന്റെ ക്ലാസ്സും എടുക്കാറുണ്ട്. സോ അതാ കോൺഫിഡൻസ് എടുക്ക് വരുന്നത്. സോ നിങ്ങളകത്ത് ലൈഫിൽ സക്സസ്ഫുൾ ആവാനുള്ള ഒരു റിസോഴ്സാണ് ഹാപ്പിനെസ്. അപ്പൊ ആ ഹാപ്പിനെസ്സും നിങ്ങളെ അകത്ത് തന്നെ ഉണ്ട്, അത് എവിടെയും പോയിട്ടില്ല. സോ അത് നിങ്ങൾ പുറത്തേക്ക് ടാപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മെഡിറ്റേഷനിലേക്ക് കൊണ്ടുവരാം. വിഷ്വലൈസേഷൻ, അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, അതെല്ലാം നിങ്ങളെ ഹാപ്പിനെസ് കൊണ്ടുവരാനുള്ള മെത്തേഡാണ്. വിച്ച് ഐ എം ഹാപ്പി ദാറ്റ് യു ഓൾ ആർ പ്രാക്ടീസിങ് ഇറ്റ് ഇൻ ദ മോർണിംഗ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ മുമ്പ് ഒരു ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. സ്റ്റെപ്സ് ടു ബി ഹാപ്പി ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ്, വിച്ച് യു ആർ ഓൾറെഡി പ്രാക്ടീസിങ്. ഐ തിങ്ക് യെസ് റൈറ്റ്, നിങ്ങൾ ബി മാജിക്കിൽ ഓൾറെഡി പ്രാക്ടീസിങ് ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ ഫോർഗീവ്നെസ്സും ഞാൻ എല്ലാം ഷോർട്ട് ആയിട്ട് പറയാം. എല്ലാം ബൈ ഇറ്റ് സെൽഫ് ഇസ് എ വെരി ബിഗ് ടോപ്പിക്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് വലിയ ടോപ്പിക്കാണ്. ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ടോപ്പിക്കാണ്. നിങ്ങൾ എല്ലാവരും ഫോർഗീവ് ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ? ഹാവ് യു ഫോർഗിവൺ everyone? യെസ്. ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഞാൻ ഫോർഗീവ് ചെയ്ത് എന്നിട്ട് സോറി എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് ഇവിടെ വീട്ടിൽ വന്നിട്ട് ഓനെ ഇങ്ങനെ ചെയ്തല്ലോ എനിക്ക് ഭയങ്കര മോശമാട്ടെ എന്ന് പറഞ്ഞിട്ട് അതല്ല ഫോർഗീവ്നെസ്. നോട്ട് ഫോർഗിവിങ് someone is like you are having poison to kill someone else. ഒരാൾ ഫോർഗീവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ?
നിങ്ങൾ സ്വന്തം നിങ്ങളെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നതാണ്, നിങ്ങളെ ലൈഫ് കൊല്ലുന്നതാണ്. നിങ്ങൾ പോയിസൺ കഴിക്കുകയാണ് വേറെ ആള് കൊല്ലാൻ വേണ്ടിയിട്ട്. അതുപോലെയാണ് ഒരാളെ ഫോർഗീവ് ചെയ്യാതിരിക്കുന്നത്. അതുകൊണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഫ്രം ടുഡേ ഓൺവേർഡ്സ് ജസ്റ്റ് ആരെങ്കിലും ഫോർഗീവ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഫോർഗീവ് ദം. നോട്ട് ഫോർ അവർക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളെ മൈൻഡിൽ നിങ്ങൾ ഒരാളെ ഫോർഗീവ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ ആങ്കർ, ദേഷ്യവും റിസെന്റ്മെന്റും ആ ഒരു ഗ്രഡ്ജും എല്ലാം ഉണ്ടാവും. അപ്പൊ നിങ്ങളെ വേദനിപ്പിച്ച ആള് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങളാണ് അതിന്റെ വിഷം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എന്നെ ഒരാൾ വേദനിപ്പിച്ചു, ഞാൻ ആ വിഷമന്നെ ഓർത്തിട്ട് ഫോർഗീവ് ചെയ്യാതെ എന്റെ ലൈഫാണ് സ്പോയിൽ ചെയ്തുകൊണ്ടുണ്ടായത്. ബട്ട് ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഇയർ ആണ് ഞാൻ ഇങ്ങനെ ഞാൻ അവരെ ആ ഫോർഗീവ്നെസ് ശരി മൈൻഡിന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുമ്പോൾ ഐ സ്റ്റാർട്ടഡ് ഹീലിംഗ്. സോ ഫോർഗീവ്നെസ് ഉള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ്സും നമ്മളെ ക്രിയേറ്റർ തന്നെ നമ്മളെ റിലീജിയസ് ബുക്കിലെല്ലാം പറഞ്ഞതാണ്, ഹോളി ബുക്സിലെല്ലാം പറഞ്ഞതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, ഫോർഗീവ്നെസ് ഉണ്ടാവണം. ഇതെല്ലാമാണ് നമുക്ക് ഹാപ്പി ആവാനുള്ള സോഴ്സസ്. ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, ഇതെല്ലാം നമ്മൾ ക്രിയേറ്റർ തന്നെ പറഞ്ഞതാണ്. പിന്നെ പോസിറ്റീവ് തിങ്കിങ്, ഇതിനെ പറ്റിയിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും നെഗറ്റീവ്, നമ്മൾ മൈൻഡിന് ഒരേ സമയം രണ്ട് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സോ എപ്പോഴെങ്കിലും നെഗറ്റീവ് ചിന്ത വരുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു തിങ്ക് പോസിറ്റീവ് ദാറ്റ് ടൈം. പിന്നെ അഫർമേഷൻ ഞാൻ കുറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, യു ആർ ഓൾറെഡി പ്രാക്ടീസിങ്. ഇതെല്ലാം സിമ്പിൾ സ്റ്റെപ്സ് ടു ബി ഹാപ്പി ആണ്. വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ചെറിയ സ്റ്റെപ്സ്, ബേബി സ്റ്റെപ്സ് ആണ്, ബട്ട് റിസൾട്ട് ഈസ് വെരി പവർഫുൾ. പിന്നെ വിഷ്വലൈസേഷൻ, ഇത് ഞാൻ പറയുന്നില്ല, ഐ തിങ്ക് യു ഓൾറെഡി നോ. പിന്നെ കോംപ്ലിമെന്റ് യുവർ സെൽഫ്. ഒരു പ്രോവേർബ് ഉണ്ട്, ദ ഡീപ്പസ്റ്റ് ക്രേവിംഗ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇസ് ടു ബി അപ്രീഷിയേറ്റഡ്. ഒരു മനുഷ്യന്റെ ഉള്ളിന്റെ ആശയം എന്താണ്? എന്നെ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യണം, എന്നെ ആരെങ്കിലും പുകഴ്ത്തി പറയണമെന്ന്. സോ വേറെ ആരും നിങ്ങൾ പുകഴ്ത്തി പറയാൻ ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. സോ ആരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദിവസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ബാക്കിൽ പാറ്റ് ചെയ്തിട്ട്, വാവ് നീ നല്ലൊരു നല്ലൊരു കറി ഉണ്ടാക്കി, അല്ലെങ്കിൽ നല്ലൊരു ക്ലാസ് എടുത്തു, എന്തെങ്കിലും പറയണം. എന്തെങ്കിലും നിങ്ങൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. സെലിബ്രേറ്റ് സ്മോൾ വിൻസ് എന്നാണ് പറയുന്നത്. ഇന്ന് നീ പിന്നെ നല്ലൊരു ക്ലാസ് എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. പിന്നെ സ്മൈൽ ചെയ്യണം. നിങ്ങൾ എപ്പോഴൊക്കെ വെനെവർ യു ഫീൽ ഡൗൺ, സ്മൈൽ. അതൊരു ഇതാണ്. പിന്നെ എക്സ്പ്രസ് യുവർ ഇമോഷൻസ്. ലൈഫിൽ ഒരു മെന്റർ ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ ഇമോഷൻസ് എല്ലാം അവരോട് എക്സ്പ്രസ് ചെയ്യണം. പിന്നെ ഒരു മെഡിറ്റേഷൻ, ഹാപ്പിനെസ് ബൂസ്റ്റിംഗ് മെഡിറ്റേഷൻ തന്നെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളകത്തുള്ള ഹാപ്പിനെസ് എവിടെയും പോയിട്ടില്ല, അത് നിങ്ങളകത്ത് തന്നെ ഉണ്ട്. സോ യു ക്യാൻ ബ്രിങ് ഇറ്റ് ഔട്ട്. ഡെയിലി ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ടു യുവർ സെൽഫ്, വാട്ട് ഐ നീഡ് ടു ഡു ടുഡേ ടു ബി ഹാപ്പി. എന്ത് ചെയ്യണം, ഞാൻ ഇന്ന് എന്നെ ഹാപ്പി ആക്കാൻ എന്ത് ചെയ്യണമെന്ന് ഡെയിലി നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, എന്ത് ചെയ്യണം ഞാൻ ഇന്ന് എന്നെ ഹാപ്പി ആക്കാനെന്ന്. എന്നിട്ട് പ്രാക്ടീസ് ഹാപ്പിനെസ്. നിങ്ങളെ ഹാപ്പി ആക്കാൻ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യണം. അതിന് രാവിലെ നിങ്ങൾ ഇത് അഫർമേഷൻ വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ട്. സോ അതൊരു സ്റ്റെപ്പാണ് നിങ്ങളെ ഹാപ്പി ആക്കാൻ. ബിക്കോസ് ഹാപ്പിനെസ് എന്നുള്ളത് ഒരു സക്സസ് സീഡ് ആണ്. സോ ഇഫ് യു നർച്ചർ ഇറ്റ് പ്രോപ്പർലി, സക്സസ് വിൽ കം നാച്ചുറലി. സക്സസ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്തേക്ക് വരും. ഹാപ്പിനെസ് ഉള്ളത് ഒരു മാഗ്നറ്റ് പോലെയാണ്. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുള്ളിൽ ഹാപ്പിനെസ് ഫീൽ ചെയ്താൽ സക്സസ് വിൽ കം നാച്ചുറലി. അതിനൊരു സ്റ്റോറി കൂടി പറയാം, ലൈക്ക് കുറച്ചും കൂടി ടൈം ഉണ്ട്. 1 സെക്കൻഡ്. നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ അധികം ഹാപ്പിനെസ് നിങ്ങളുടെ ഉള്ളിലേക്ക് പോർ ചെയ്യും. ഹാപ്പിനെസ് വിൽ പോർ മോർ വെൻ യു ആർ ഹാപ്പി. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ ഹസ്ബൻഡ് വരുന്നുണ്ട്, വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഭയങ്കര വിഷമിച്ചിട്ടിരിക്കുക, ഭയങ്കര സ്ട്രെസ്സിലും ടെൻഷനിലും എല്ലാം ഇരിക്കുകയാണ്. ഹസ്ബൻഡ് ആണെങ്കിൽ നല്ലൊരു ഹാപ്പി ന്യൂസ് പറയാനാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. നല്ലൊരു ഹാപ്പി മൂഡിൽ നല്ല സന്തോഷ വാർത്ത പറയാനാണ് വന്നത്. അപ്പൊ നിങ്ങൾ എന്തോ കംപ്ലൈന്റ് പറയാനും എന്തൊക്കെ വിഷമം പറയാനും വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഡോറ് തുറന്നു. അപ്പൊ ഹസ്ബൻഡ് ഡോറ് തുറക്കുമ്പോൾ നിങ്ങളെ സാഡ് ഫേസ് ആണ് കാണുന്നത്, നിങ്ങൾ വിഷമിച്ചിട്ട് ഇതാക്കും. അപ്പൊ ഹസ്ബൻഡിന് നിങ്ങളോട് ഹാപ്പി ന്യൂസ് പറയാൻ തോന്നും? യെസ് ഓർ നോ? നിങ്ങൾ നല്ല വിഷമിച്ചിട്ട് ഇരിക്കുകയാണ്, അപ്പൊ ഹസ്ബൻഡ് സാഡ് ന്യൂസ് പറയാൻ തോന്നും? നോ, റൈറ്റ്?
അതാണ് നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പോലെ അധികം ഹാപ്പിനെസ് വന്നുകൊണ്ടിരിക്കും. ബട്ട് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അധികം നിങ്ങൾ വിഷമമായിരിക്കും അട്രാക്ട് ചെയ്യുന്നത്. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. സോ ആ ഒരു ഹസ്ബൻഡ് പിന്നെ പറയാൻ വിചാരിച്ച സന്തോഷ ന്യൂസ്, ഇത്ര സാഡ് ആയവളോട് ഇങ്ങനത്തെ ഒരു ന്യൂസ് ഈ സമയത്ത് പറയണ്ടല്ലോ എന്ന് വെച്ചാൽ പിന്നെ പോസ്റ്റ്പോൺ ചെയ്യും, പിന്നെ മറന്നേക്കും. സോ എപ്പോഴും ഹാപ്പി ആയിരുന്നാൽ അധികം ഹാപ്പിനെസ് വന്നുകൊണ്ടിരിക്കും. എപ്പോഴും വിഷമിച്ചുകൊണ്ടിരുന്നാൽ അധികം വിഷമം വന്നുകൊണ്ടിരിക്കും. ആൾക്കാരും എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരും അതുപോലത്തെ നെഗറ്റീവ് തരും. വിഷമിക്കണ്ട, ഇതാക്കണ്ട, അതാക്കണ്ട എന്നിട്ട് ഒരു വിഷമമുള്ള ഇത് ആ ഒരു ടൈപ്പ് അഡ്വൈസ് ആയിരിക്കും തന്നെ. എപ്പോഴും ഹാപ്പി ആയിരിക്കുന്ന ആൾക്കാരും അതേ രീതിയിലായിരിക്കും പെരുമാറുന്നത്. നല്ല ഹാപ്പി ന്യൂസ് പറഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും പാർട്ടിയെല്ലാം ഇതാക്കിക്കൊണ്ട് അങ്ങനെയാണ് തരാൻ പോകുന്നത്. സോ അതിന്റെ പേട്ടെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? വേഗമായ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഞാൻ കുറെ സ്റ്റെപ്സ് പറഞ്ഞില്ലേ, ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി പറയാനുണ്ടോ? ഓർ യു ക്യാൻ സ്പീക്ക്, ഞാൻ കേൾക്കട്ടെ. ആര്? ഓക്കെ സാജിദ മാം, താങ്ക് യു സോ മച്ച്. സോ ടീം മെമ്പേഴ്സ്, സോ നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരുപാടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഈ ഒരു സെഷൻ്റെ ഫീഡ്ബാക്കോ പറയാനുള്ള ടൈമാണ്. സോ ഫസ്റ്റ് ആരാ പറയുന്നത്? സുബ്രഹ്മണ്യൻ സർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടേക്ക് അവേ ഓൾറെഡി എനിക്ക് അറിയുന്നതാണ്. ലൈക്ക് അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. കാരണം നമ്മളെല്ലാവരും അപ്രീഷിയേഷൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ചില സമയത്ത് നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ ജോലിയിൽ എന്തെങ്കിലും ചെയ്താലും നമ്മുടെ സീനിയർ, നമ്മളെ സുപ്പീരിയേഴ്സ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. അപ്പം അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് കാണാം. പിന്നെ കീ ടേക്ക് അവേ എന്ന് പറഞ്ഞത് മാഡം പറഞ്ഞൊരു കോട്ടില്ലേ, സക്സസ് ഈസ് നോട്ട് ദ കീ ടു ഹാപ്പിനെസ്, ഹാപ്പിനെസ് ഈസ് ദ കീ ടു സക്സസ്. അത് ഒരു നല്ല കോട്ടാണ്. അത് ഫോളോ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ അധികം ദുഃഖിക്കേണ്ടി വരില്ല. താങ്ക് യു. അത് ആ പ്രോവർബ് എപ്പോഴും ഓർത്താൽ മതി. സക്സസ് ഇസ് നോട്ട് ദ കീ ടു ഹാപ്പിനെസ്, ഹാപ്പിനെസ് ഈസ് ദ കീ ടു സക്സസ്. അത് എപ്പോഴും ഓർത്താൽ മതി. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഈ മാം ഇപ്പൊ പറഞ്ഞില്ലേ, അതിലാ ഈ ഫർഗീവ് അതേഴ്സ് എന്നുള്ളത് വളരെ നല്ലൊരു എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ അതില് ഇതുപോലെ എനിക്ക് നേരത്തെ ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഫർഗീവ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത് ഡെയിലി എല്ലാ ദിവസവും അന്നന്ന് ഇതുപോലെ ഫർഗീവ് ചെയ്യേണ്ട എന്തെങ്കിലും ഇൻസിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തികളൊക്കെ വരുവാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ അത് ഫർഗീവ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ നിന്ന് മാറ്റണം എന്നുള്ളത് പറഞ്ഞു. നമുക്കൊരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യുന്ന, അതങ്ങനെ ഒരു ശീലമാക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടും തോന്നുന്നു. അങ്ങനെ അതങ്ങനെ ചെയ്യുന്നവർക്കേ അതിൻ്റെ ഒരു ഫീലിംഗ് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ അതൊരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യും. എല്ലാ ദിവസവും അന്നുള്ള ഇൻസിഡൻസ് ഒക്കെ ഒന്ന് ഫോർഗീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ഫീലിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാൻ കാരണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഫോർഗിവ്നെസ് എന്നുള്ളത് ഭയങ്കര ഹീലിംഗ് ആണ്. അത് പുറത്ത് ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഉള്ളില് വിഷമിച്ചുകൊണ്ടും ഗ്രഡ്ജ് ഓക്കെ അങ്ങനെ അതല്ല. ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് നമ്മൾ ഒരു ഫോർഗിവ്നെസ് ഫീൽ ആവണം. അപ്പോൾ തന്നെ നമ്മളെ ലൈഫിലെ പ്രശ്നമെല്ലാം സോൾവ് ആവും. വിൽ സ്റ്റാർട്ട് ഫീലിംഗ് ഹാപ്പി. ഇത് നമ്മൾ ക്രിയേറ്റർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഹാപ്പി ആണെന്ന്. അതിൽ പറഞ്ഞ സ്റ്റെപ്സ് ആണ് ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ് ഒക്കെ. സോ ആ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ വിൽ ഫീൽ ഹാപ്പി. ഓക്കെ, താങ്ക് യു രഞ്ജിത്ത് സർ. നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നേ? മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ആനന്ദം, ഹാപ്പിനെസ്, സന്തോഷം മാം പറഞ്ഞ മാതിരി ഇത് സക്സസ് സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു യാത്രയാണ്. ആ യാത്ര എൻജോയ് ചെയ്യുമ്പോൾ തന്നെ സക്സസ് എത്തിയ ഫല. നമ്മൾ ഈ സക്സസിന്റെ പിന്നാലെ മരീചിക ഇങ്ങനെ തേടി പോണ മാതിരി ഇങ്ങനെ പോകുന്നുണ്ടാണ്. ഒന്നുകിൽ സമ്പത്തിന്റെ പിന്നാലെ. ചിലരൊക്കെ ജീവിതം ഒന്നായിട്ട് പൈസ ആണെന്ന് വിചാരിച്ചിട്ട് ലൈഫൊക്കെ ഒന്നായിട്ട് പോക്കി
പൈസന്റെ പിന്നാലെ പോയി. ഉറക്കില്ല, കുടുംബവും ഇല്ല. പിന്നെ ഇയാൾ പൈസ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ മറ്റേ മടിയിൽ വെക്കേണ്ട കുട്ടികളൊക്കെ വലുതായി പോയിട്ടുണ്ടാവും. മടിയിൽ വെച്ച് ലാളിക്കേണ്ട സമയത്ത് ഇയാൾ ലാളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇയാൾ പൈസന്റെ പിന്നാലെ പോയി. അപ്പൊ അത് നമ്മൾ രണ്ടും എൻജോയ് ചെയ്യുക, യാത്ര എൻജോയ് ചെയ്യുകയാണെങ്കിൽ സക്സസ് ഓട്ടോമാറ്റിക്കലി വരും വരാതിരിക്കുക. ഇനി നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ഹാപ്പിനെസിനെ പറ്റി ബേസിക് പ്രിൻസിപ്പിൾ, ഗ്രാറ്റിറ്റ്യൂഡ്, എഫർമേഷൻ, ഫർഗീവ്നെസ് ഒക്കെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിയതിന് നന്ദി. താങ്ക് യു. Okay, thank you, Bashir sir. Thank you so much. Then, എവിടെ ഷില മാം, ഷൈമിന മാം, ഷൈനി മാം, വിധുബാല മാം എല്ലാവരും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക കേട്ടോ. ഓക്കെ, മാജിക് മോർണിംഗ് ടു ഓൾ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം പറഞ്ഞോളൂ. ഓക്കെ. ഇപ്പം മാം പഠിപ്പിച്ചതിൽ നിന്നും അല്ലെങ്കിൽ മാം തന്ന ക്ലാസ്സിൽ നിന്നും മനസ്സിലായത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പം നാം തന്നെ അത് കണ്ടെത്തുക. എങ്ങനെ നമ്മൾക്ക് നാം എന്ത് ചെയ്താൽ ഹാപ്പി ആകുമെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതെന്താണെന്നാൽ നമ്മൾ കണ്ടുപിടിച്ച് തന്നെ നമ്മളത് ചെയ്യുവാണെങ്കിൽ ആ ദിവസം മുഴുവൻ നമ്മുടെ ഹാപ്പിനെസ് നിലനിർത്താൻ സാധിക്കും. ഹാപ്പിനെസ് തേടിയൊന്നും നാം ഒരിടത്തോട്ടും പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ അത് നേടിയെടുക്കണം. അതിനുള്ള പോയിന്റ്സും ടിപ്സും മാം പറഞ്ഞു തന്നു. നല്ലൊരു ഓപ്പണിംഗ് സെഷൻ ആയിരുന്നു മാം. താങ്ക് യു. Okay, thank you. മാജിക് മോർണിംഗ്. വിധുബാല മാം. മാഡം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. നമ്മൾ ചെറുതിലെ നമുക്ക് വളരെ ഹാപ്പിയാണ് നമ്മള്. പക്ഷെ മുതിർന്നതിന് ശേഷം നമ്മൾ ആ സന്തോഷം നമുക്ക് ഇല്ല, നഷ്ടപ്പെട്ടു പോയി. അത് പിന്നെ നമ്മളെ എപ്പോഴും നെഗറ്റീവ് ചിന്തകളാണ് പിന്നെ ഓരോ പ്രശ്നങ്ങളിലും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ ചുറ്റുമുള്ളവരും നമ്മളുടെ അടുത്ത് അങ്ങനെയാണ്, അതിങ്ങനെയാണ്, അങ്ങനെ സംഭവിച്ചതാണ് എന്ന് അവരും നമ്മളുടെ അടുത്ത് അത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും ആ ഒരു രീതിയിൽ തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് പിന്നെ ഒരു സന്തോഷവും കിട്ടൂല. നമ്മള് പിന്നെ ഈ ഒഴുക്കിനൊത്ത് പോകും പോലെ അങ്ങ് പോവും എന്നുള്ളതല്ലാതെ നമുക്കൊരു ഇതും കിട്ടൂല. പക്ഷെ ഇന്നിപ്പോ മാഡം പറഞ്ഞ പോലെ സന്തോഷം അന്വേഷിച്ച് നമ്മൾ ഒരിടവും പോകണ്ട, അത് നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മൾ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം പുറത്തു വന്നാൽ നമുക്ക് സന്തോഷം കിട്ടും എന്നുള്ളത് മനസ്സിലായി. നല്ല ക്ലാസ് ആയിരുന്നു മാഡം. താങ്ക് യു. ഹാപ്പിനെസ് എന്നുള്ളത് നിങ്ങൾ എനർജി കൂട്ടാൻ വരെ വളരെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഗുസ്തി ചാമ്പ്യനും ഒരു ചെറിയ കുട്ടിയും ലൈക്ക് ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് നടത്തിയതാണ്. അപ്പോ ആ ഗുസ്തിക്കാരനോട് പറഞ്ഞു, ഈ ചെറിയ കുട്ടി ചെയ്യുന്ന പോലെ നീയും ഫുൾ ഡേ ചെയ്തു നോക്കുന്ന ഒരു 4 year old ബോയ്. ഈ 4 year old ബോയ് ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. അവിടെ കയറും ഇവിടെ കയറും, ചാടും, ഇതാക്കും ഇതെല്ലാം ആക്കും. ബട്ട് ഈ ഗുസ്തിക്കാരന് എന്നിട്ട് 4 മണിക്കൂർ ഈ കുട്ടി ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ഗുസ്തിക്കാരന് ക്ഷീണിച്ചു. മാത്രം ഈ കുട്ടി 4 വയസ്സായുള്ള കുട്ടി ക്ഷീണിച്ചില്ല. ഹി വാസ് വെരി എനർജറ്റിക്. ഇവന്റെ എനർജി എവിടുന്നാ വന്നത്? ഗുസ്തിക്കാരനാണ് ഇവനെക്കാളും നല്ല ഫുഡെല്ലാം കഴിക്കുന്ന, നല്ല എനർജറ്റിക്. ബട്ട് ഇവന്റെ എനർജി വന്നത് ഇവന്റെ മെന്റൽ സ്റ്റേറ്റ് നിന്നാണ്. ബിക്കോസ് അവൻ ഓൾറെഡി ഹാപ്പിയാണ്. ആ ഹാപ്പിനെസ് എനർജി അവന്റെ കുട്ടികൾക്കെല്ലാം ഭയങ്കര എനർജി അല്ലേ നമ്മളെക്കാളും. നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഒരു കല്യാണത്തിന് പോയാൽ തന്നെ കുട്ടികൾ അവിടെ കയറി ഇവിടെ കയറി അവിടെ ചാടും ഇതൊക്കെ ആക്കും. ബിക്കോസ് ആ ഹാപ്പിനെസ് അവർക്ക് നാച്ചുറലി നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് അവരുടെ മെന്റൽ സ്റ്റേറ്റിൽ നിന്നാണ് വന്നത്. അവർ ഓൾറെഡി ഹാപ്പിയാണ്, അതുകൊണ്ടാണ് അവർക്ക് എനർജി കിട്ടിയത്. സോ നിങ്ങൾക്ക് എനർജി വേണമെങ്കിൽ ബേസിക്കലി നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് എന്നുള്ള ആ ഒരു സക്സസ് സീഡ് നിങ്ങളകത്ത് ഫീൽ ചെയ്യണം. യു ഹാവ് ടു നേർച്ചർ ഇറ്റ്, ഗ്രോ ഇറ്റ്. വെറുതെ അത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതാക്കേണ്ടല്ല. നിങ്ങൾ അതിനെ ഒരു സീഡ് വെറുതെ അവിടെ നട്ടാൽ അത് സ്വന്തം വളരൂല. യു ഹാവ് ടു വളമൊഴിക്കണം. അതുപോലെ തന്നെയാണ് നിങ്ങളകത്ത് സക്സസ് സീഡ് ഓൾറെഡി ഉണ്ട്. സോ അതിന് നല്ല വളം അയക്കണം. ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ പോസിറ്റീവ് തിങ്കിങ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ സീഡിനെ വളർത്താൻ, അതൊക്കെ ചെയ്യണം. അപ്പൊ ആ സീഡ് വളരും. സക്സസിന് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന മാഗ്നറ്റ് ആയി മാറാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു മാഡം. താങ്ക് യു മാം. നൗഫൽ സർ. സാജിദ് മാം, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയൊരു ടോപ്പിക് ആയിരുന്നു എടുത്തത്. കാരണം ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട്
വളരെ നല്ല രീതിയിൽ, ലളിതമായ രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനിയും മാഡത്തിന്റെ ക്ലാസ് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കുട്ടികളെ കാര്യമൊക്കെ നമ്മളായാലും കുട്ടികളിൽ നിന്ന് വന്നവരാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ദിവസം 60,000 അല്ലെങ്കിൽ ഒരു 50,000 തവണ ചിരിക്കുന്ന നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ചിരിക്കാനുള്ള കഴിവുണ്ടായിട്ടും നമ്മൾ എണ്ണി നോക്കിയാൽ ഒരു ദിവസം എത്ര തവണ നമ്മൾ ചിരിക്കും എന്നുള്ളത്. അപ്പോ ആ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക, നമ്മളെ ഉള്ളിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളെ സന്തോഷവാനാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് നമുക്കുള്ള ആരോഗ്യം, ഉള്ള കാഴ്ച. ഞാൻ പറഞ്ഞ പോലെ അത് എന്നെ നോക്കി ഇപ്പൊ സന്തോഷമില്ല എന്ന് പറഞ്ഞ ആളുകൾ അത് മാത്രം നോക്കിയാൽ മതി, ആരോഗ്യം മാത്രം നോക്കിയാൽ മതി. നമുക്ക് തന്നിട്ടുള്ള ആരോഗ്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകൾ ഒക്കെ ഈ ലോകത്തുണ്ടല്ലോ. അപ്പൊ വളരെ നല്ലൊരു എനർജിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. രാവിലെ തന്നെ നല്ലൊരു എന്താ പറയാ, വളരെ ബൂസ്റ്റ് ആയിപ്പോയി. വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. അതുപോലെ തന്നെ നമ്മൾ ഫോർഗീവ് ചെയ്യാന്നുള്ളതും അത് വലിയൊരു അടിത്തറ. ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഫോർഗീവ്നെസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ ഫോർഗീവ് ചെയ്യാനില്ലാതായി. കാരണം നമ്മളെ സ്വഭാവം മാറിപ്പോയി. അതുകൊണ്ട് നമുക്ക് ആരെന്ത് പറഞ്ഞാലും അവരോട് ദേഷ്യമോ വിദ്വേഷമോ പാക്കെ ഇല്ലാതായി. അവരുടെ സ്വഭാവമാണെന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലേക്ക് ഇത് കയറൂല. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ ചീഞ്ഞു പോവുക. അപ്പൊ നമ്മളിത് അത് ഫോർഗീവ് ചെയ്തില്ല, അവിടെ മൊത്തം ഞാൻ പറഞ്ഞ പോലെ ആ ഭാഗം നശിച്ചു പോകും. അപ്പൊ അത് നമ്മളെ ഉള്ളിലേക്ക് അടുക്കാത്ത രീതിയിൽ ഒരു നന്നായി നമ്മളിൽ മാറ്റം കൊണ്ടുവന്നാൽ, ആരും നമ്മൾ പ്രകോപിപ്പിച്ചാലും ദേഷ്യം വന്നാലും ചീത്ത പറഞ്ഞാൽ അത് നമുക്ക് ബാധിക്കാത്ത രീതിയിലേക്ക് നമ്മളെ മൈൻഡ് സെറ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഒരുപാട് കാലം നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ഫോർഗീവ്നെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ആരെന്ത് പറഞ്ഞാലും അത് നമ്മളെ മേല് കൊള്ളാത്ത രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതും വളരെ നല്ല സന്തോഷം. അതുപോലെ തന്നെ ഞാനിപ്പോ കുറച്ചു കാലമായിട്ട് ബിമാജിക്ക് വന്നു. കഴിഞ്ഞ മാമിന്റെ ക്ലാസ് ഞാൻ കേട്ടിരുന്നു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇന്നിപ്പോ മാമിന്റെ ക്ലാസ് ആണെന്ന് അറിഞ്ഞത് കൊണ്ട് വീണ്ടും കയറിയതായിരുന്നു. മാമന്റെ ഒരു മരണം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് രാവിലെ പ്രയറും കാര്യങ്ങളും പള്ളിയിലും കാര്യങ്ങളൊക്കെ പോകുന്ന കണ്ടിന്യൂ ആയതുകൊണ്ട് കൂട്ടത്തിൽ മാമ മരിച്ച അന്ന് 8 തവണ പള്ളിയിൽ നിസ്കാരം നടന്നു, 2 നിലയുള്ള പള്ളിയിൽ. അപ്പോ ഞാൻ അങ്ങനെ വായിച്ച ബുക്കാണ് ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ, ഡെൽ കാർണഗിന്റെ. അതുപോലെ തന്നെ ഹു വിൽ ക്രൈ വെൻ യു ഡൈ, റോബിൻ ശർമ്മന്റെ. ഈ പുസ്തകമൊക്കെ അദ്ദേഹം ഈ പുസ്തകം ഒന്നും വായിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് അത്രയും ആളുകളെ പങ്കെടുത്ത് മരണത്തിന് 3-ാം ദിവസം 2500 ആളുകൾ വന്നു ഞങ്ങൾ ഭക്ഷണത്തിന് കണക്കെടുത്തപ്പോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ജീവിക്കാനുള്ള മറ്റുള്ള ആളുകളുടെ അടുത്ത്, അതന്നെ ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ മരണപ്പെടുന്ന സമയത്ത് അല്ലെ നമ്മൾ അത്രയും ആളുകളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ആ ദിവസം മനസ്സിലാക്കി. അതിന് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാമിന്റെ ക്ലാസ്. ഇനിയും കോൺഫിഡൻസിനെ കുറിച്ചൊരു ടോപ്പിക് പറഞ്ഞിരുന്നു, അത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ സന്തോഷം. താങ്ക് യു ഓൾ. സാർ പറഞ്ഞ പോയിന്റിൽ ഒന്ന് ആഡ് ചെയ്യാണ് ഞാൻ. ലൈക്ക് നമ്മൾ ഫോർഗീവ് ചെയ്യണം. മുമ്പെല്ലാം എന്നെ ഒരാൾ, എന്റെ ഫാമിലിയിൽ തന്നെ ഒരാൾ ഭയങ്കര വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയം ആ വിഷമിപ്പിക്കുമ്പോൾ ഞാനും ഡൗൺ ആവുന്നുണ്ടായിരുന്നു. എന്റെ ദിവസങ്ങളെല്ലാം ഇങ്ങനെ സ്പോയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ, ഒരു ഭയങ്കര ഹേർട്ടിങ് ഡയലോഗ് പറയുമ്പോൾ. ബട്ട് ലാസ്റ്റ് വീക്ക് അതേ സെയിം പേഴ്സൺ എന്നോട് ഒരു ഹേർട്ടിങ് ഡയലോഗ് പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് ഫോർഗീവ് ചെയ്തു. ആ ഒരു ഫോർഗീവ് ചെയ്യുമ്പോൾ എന്റെ ഒരു ദിവസം 1 മിനിറ്റ് പോലും വേസ്റ്റ് ആയില്ല. ഐ കെയിം ബാക്ക് ടു നോർമൽ. ബിക്കോസ് നമ്മൾ റിയാക്ട് ചെയ്തുകൂടാ, റെസ്പോണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റൂല. നമ്മളെ ഫാമിലി ഈ അങ്ങനെ ആയിരിക്കും അതായിരിക്കും, ഒരാളെയും നമുക്ക് ഉപദേശിച്ചിട്ടും ഇതാക്കിയിട്ടും ഒന്നും കുറച്ച് ഉപദേശിക്കണ്ടെന്നല്ല, ബട്ട് അവർക്ക് ഒരു ചേഞ്ച് ആവണമെന്ന് തോന്നുന്നത് വരെ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ബട്ട് നമുക്ക് നമ്മളെ ചേഞ്ച് ചെയ്യാനേ പറ്റൂ. അപ്പൊ നമ്മളെ വേദനിപ്പിക്കാനും നമ്മളെ ചീത്ത പറയാനും എല്ലാത്തിനും കുറെ ആൾക്കാർ ചുറ്റും ഉണ്ടാവും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫോർഗീവ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളൊന്നും ഉള്ളിലേക്ക് എടുക്കാതെ അവരിൽ നല്ല ഉപദേശം ഉണ്ടെങ്കിൽ എടുക്കണം. അല്ലാതെ നമ്മൾ വിഷമിച്ചുകൊണ്ടും നമ്മൾ അവരുള്ളിൽ ഒരു ദേഷ്യം വെച്ചുകൊണ്ടും എന്നിട്ട് നമ്മളെ ലൈഫിന് തന്നെയാണ് സ്പോയിൽ ആവുന്നുള്ളത്. സോ ആ പോയിന്റ് ഓർമ്മിക്കണം. താങ്ക് യു. മാജിക് മോർണിംഗ്. താങ്ക് യു മാം, പറഞ്ഞോളൂ. നല്ലൊരു വിഷയമായിരുന്നു മാം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു ഹാപ്പിനെസ്സിനെ കുറിച്ച്. അപ്പം നമ്മൾ സ്വയം സ്നേഹിച്ചുകൊണ്ട്, അതായത് നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായാൽ മതി, നമുക്കൊരു സുഖം ഉണ്ടാകും. അതായത് നമ്മുടെ ഉള്ളിലൊക്കെ സംതൃപ്തി കണ്ടെത്തിക്കൊണ്ട്. പിന്നെ അതുപോലെ
സന്തോഷത്തിന് നമ്മുടെ ബാഹ്യമായിട്ടുള്ള കുറെ സന്തോഷങ്ങൾ തരാനേ കഴിയുള്ളൂ. നമുക്ക് ആന്തരികമായിട്ടുള്ള കുറെ സന്തോഷങ്ങൾ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫൊർഗീവ് ചെയ്യുക, അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുക. നമ്മളിപ്പം നമ്മുടെ ബിമാജിക്കൽ ചെയ്തിട്ടിരിക്കുന്നത് പോലെ ഡെയിലി റൂട്ടീൻ, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അപ്പൊ ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പം താങ്ക് യു മാം, നല്ലൊരു വിഷയമായിരുന്നു. താങ്ക് യു. ഷൈമിന മാം പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യാൻ മറന്നു. സെൽഫ് ലവ് എന്നുള്ളതും സ്വയം സ്നേഹിക്കണം എന്ന് പറഞ്ഞു. സെൽഫ് ലവ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ടു ബി ഹാപ്പി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം, എന്നാലേ നിങ്ങൾക്ക് വേറൊരാളെ സ്നേഹിക്കാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ, ഒരു വാട്ടർ ടാപ്പ്, അത് ഒരു ടാങ്ക്, അതിലേക്ക് ഒരു ടാപ്പ്, വെള്ളത്തിന്റെ ടാപ്പ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വാട്ടർ ടാങ്കിൽ ഫുൾ ഡേർട്ടി വെള്ളം, ഫുള്ള് കച്ചറ വെള്ളം ആണെങ്കിൽ ആ പൈപ്പിലെ കൂടി വരുന്ന വെള്ളവും ഡേർട്ടി ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മളുള്ളിൽ ഭയങ്കര ആങ്കറും ദേഷ്യവും റിസെന്റ്മെന്റും വിദ്വേഷമെല്ലാം ഉണ്ടെങ്കിൽ നമ്മളകത്തുനിന്ന് പുറത്ത് വരുന്നതും അതേ ഒരു എനർജി ആയിരിക്കും, ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും. ബട്ട് നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളകത്തുനിന്ന് വരുന്ന എനർജിയും പോസിറ്റീവ് തന്നെ ആയിരിക്കും. അതിന് വേണ്ടതാണ് സെൽഫ് ലവ്. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങണം. നമുക്ക് ബോഡിക്ക് വേണ്ടത് ബോഡിക്ക് കൊടുക്കണം, മൈൻഡിന് വേണ്ടത് മൈൻഡിന് കൊടുക്കണം, സോളിന് വേണ്ടത് സോളിന് കൊടുക്കണം. നമ്മൾ ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ മൂന്നും കൂടിയിട്ടാണ്, ബോഡി, മൈൻഡ് ആൻഡ് സോൾ. ഇത് മൂന്നിനും ആവശ്യമുള്ള ഫുഡ് നമ്മൾ കൊടുക്കണം. നിങ്ങൾക്ക് അറിയാലോ ബോഡിക്ക് വേണ്ട ഫുഡ് എന്താണ്. ബോഡിക്ക് വേണ്ട ഇത് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണം. മൈൻഡിന് വേണ്ടതാണ് ഈ അഫർമേഷൻ, വിഷ്വലൈസേഷൻ, ഇതൊക്കെ മെഡിറ്റേഷൻ, ഇതൊക്കെ മൈൻഡിന് വേണ്ടതാണ്. ആത്മാവിനും ഫുഡ് വേണം. ഇത് രണ്ടിനും കൊടുത്ത് സോളിനൊന്നും കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഒരു അൺഫുൾഫിൽമെന്റ് ഉണ്ടാവും. ആത്മാവിന് വേണ്ട ഫുഡാണ് പ്രേയേഴ്സ്, ഗ്രാറ്റിറ്റ്യൂഡ്. അതൊക്കെ നമ്മൾ ആത്മാവ് ആശിക്കുന്നതാണ്. ഒരു പ്രേയറിനും ഗ്രാറ്റിറ്റ്യൂഡിനും അതിനൊക്കെ ഫൊർഗീവ്നെസ്, അതെല്ലാം നമ്മൾ ക്രിയേറ്റർ തന്നെ പറഞ്ഞതാണ്. അതെല്ലാം ആത്മാവിന് വേണ്ട ഫുഡാണ്. ഇത് മൂന്നും ഈക്വലായി കൊടുക്കുമ്പോൾ യു വിൽ അട്രാക്ട് സക്സസ്. താങ്ക് യു മാം ഫോർ ആഡിങ് ദിസ് പോയിന്റ് ടു മൈ ക്ലാസ്, സെൽഫ് ലവ്. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് പറഞ്ഞോളൂ. മനസ്സിൽ പറഞ്ഞോളൂ. മാം വളരെ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല പ്രസന്റേഷനും. അപ്പോ ഹാപ്പിനെസ് ഈസ് ദി കീ ടു സക്സസ് തന്നെയാണ്. അത് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ഹാപ്പിനെസ് ഒരു മാഗ്നറ്റും കൂടിയാണെന്ന് മാം പറഞ്ഞു. വളരെ ശരിയാണ്. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത് അതാണ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഹാപ്പി ആകുന്ന സമയത്ത് നമ്മളിലേക്ക് അബണ്ടൻസും അതേമാതിരി സക്സസും ഒക്കെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നുള്ളു. അപ്പം നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഇന്ന് മാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് വരാനുള്ള സംഗതി ചെയ്യണം എന്ന് കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ദിവസവും നമ്മൾ ഈ പ്രസന്റ് മൂമെന്റിൽ ജീവിക്കുക, അതുപോലെ തന്നെ നമ്മളെ മെഡിറ്റേഷൻ, അഫർമേഷൻ, എല്ലാം ഗ്രാറ്റിറ്റ്യൂഡ്, ഫൊർഗീവ്നെസ്, ഇതെല്ലാം നമ്മളെ ബിമാജിക് കൾച്ചറെല്ലാം ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മളിലേക്ക് ഈ ഹാപ്പിനെസ് വരികയും നമ്മളിലേക്ക് പലതരം സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും വന്നു ചേരും എന്നുള്ളതാണ്. അപ്പൊ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, റഹീമ മാം. ഹലോ. ഹായ് മാം. ഹായ്, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. മാഡം, എനിക്ക് മാഡത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ലൈഫ് തന്നെയാണ് മാഡം പറഞ്ഞ് ഇവിടെ എത്ര നേരം ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. എന്റെ കുട്ടിക്കാലം മുതൽ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ 3 പെൺമക്കളാണ്, ഞാൻ രണ്ടാമത്തെ ആളാണ്. അപ്പൊ ഫാദർ മരിച്ചുപോയൊരു സാഹചര്യത്തില് എന്റെ അനിയത്തി, എന്റെ ചേച്ചി, എന്റെ ഉമ്മിച്ചി, അവരൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഒരു തന്റെ ഇല്ലാത്തൊരു ഇതായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ ആൺകുട്ടി എന്നാണ് എന്നെ എല്ലാവരും വിശേഷിപ്പിക്കാറ്. അപ്പൊ ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിക്ക് എന്റെ എല്ലാ വിഷമങ്ങളും, അവർക്കുടെ സങ്കടങ്ങളും, ഉപ്പ മരിച്ച വിഷമങ്ങളും, പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് എന്നുള്ള സങ്കടങ്ങളും എല്ലാം ഞാനൊരാളെ ഏറ്റെടുത്തോണ്ട് ഞാൻ ഇവർക്കുടെ മുമ്പിൽ എപ്പോഴും ചിരിച്ചും കളിച്ചും, എനിക്ക് ഉമ്മിച്ച് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം, അനിയത്തി മിത്താതൊക്കെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പൊ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ഞാൻ ചെയ്യും. കാരണം അവരൊരു സമയത്തും അവർ വിഷമിച്ചിരിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പിന്നെ ഇതിപ്പോ ഇത്ര വർഷമായി, ഇപ്പൊ എനിക്ക് 45 വയസ്സായി. ഇപ്പോഴായാലും എന്റെ ഫാമിലിയില് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 4 വർഷമായി. അപ്പൊ എന്റെ മക്കള് ചിരിക്കാനായാലും ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയാലും ഇവരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിക്ക് ഞാൻ ഇപ്പോഴും ചിരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കും നിനക്കിത് എങ്ങനെ സാധിക്കണേന്ന്. അപ്പൊ മാഡം പറഞ്ഞ പോലെ ഞാനും അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ പുറത്ത് ഹാപ്പി ആയിട്ടിരിക്കുക.
നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം വരുത്തുന്നത്. അപ്പൊ നമ്മുടെ സങ്കടങ്ങൾ പരമാവധി നമ്മൾ ആരറിയിക്കാണ്ട് നമ്മൾ തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുമ്പോ അവരുടെ മുഖത്താണ് സന്തോഷം നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അത് ഒത്തിരി സന്തോഷം ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഭയങ്കര സന്തോഷമുണ്ട് മാഡം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. റഹിമ മാം, ടു ആഡ് ഓൺ ടു യുവർ പോയിന്റ്, നമ്മളെ വിഷമം നമ്മൾ ഉള്ളിൽ വെച്ചാൽ അതൊരു സ്ട്രെസ് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ കുറെ വിഷമം വെച്ചിട്ട് വേറെ ആൾക്കാരോട് ഹാപ്പിനെസ് സന്തോഷം കാണിക്കുന്നത് അതും ഒരു സ്ട്രെസ്സാണ്. നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്താൽ ലൈക്ക് അതിൽ നിങ്ങൾ ഇമോഷൻസ് വെന്റിലേറ്റ് ഔട്ട് ചെയ്യണം. നിങ്ങൾ വിഷമം ഒന്നെങ്കിൽ ഒരു മെന്ററിനെ ചൂസ് ചെയ്തിട്ട് ഒരു വിഷമം പറയണം, അതൊരു വേ ആണ്. അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ കൂടിയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നിങ്ങളെ വിഷമം, ഡീപ് ബ്രീത്തിങ് എല്ലാം ഉണ്ടല്ലോ, നിങ്ങൾ ഇൻഹേൽ ചെയ്യുമ്പോൾ കുറെ പോസിറ്റീവ് എനർജി കൊടുക്കുന്ന പോലും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അകത്തുള്ള വിഷമെല്ലാം പോകുന്ന പോലെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങളെ അകത്തുള്ള വിഷമം നിങ്ങൾക്ക് പോയിക്കാൻ പറ്റും. സോ ആ വിഷമം നിങ്ങളകത്ത് വെക്കണം എന്നില്ല, അത് യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. സോ അത് പോയിക്കണം. അത് പോയിക്കാനുള്ള കുറെ മെത്തേഡ്സ് ഉണ്ട്. സോ യു ഷുഡ് സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഇറ്റ്. ഇപ്പൊ പറയാൻ ടൈമില്ല, അതിനൊരു വേറൊരു ക്ലാസ്സിൽ വരാം. സോ അകത്ത് വിഷമം വെച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് തന്നെ എന്റെ ലൈഫിൽ തന്നെ കുറെ ട്രാജഡി ഉണ്ടായിന്. എന്റെ ഒരു മോള് മരിച്ചു, അതിനേക്കാൾ വലിയ ട്രാജഡി ഉണ്ടായിന്. ബട്ട് ഇപ്പൊ ഞാൻ ആ വിഷമം ഉള്ളിൽ വെക്കാറില്ല. ആ വിഷമം ഉള്ളിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളെ ലൈഫ് തന്നെയാണ് സ്പോയിൽ ആയിക്കൊണ്ട് പോകുന്നുള്ളത്. സോ വിഷമം വെക്കണ്ട. സോ ഇൻസൈഡും ഹാപ്പി ആയിരിക്കണം, ഔട്ട് സൈഡും ഹാപ്പി ആയിരിക്കണം. അല്ലാതെ ഇൻസൈഡ് വിഷമം വെച്ചിട്ട് പുറത്ത് ഇങ്ങനെ ഹാപ്പിനെസ് കാണിച്ചാൽ അത് വേറൊരു സ്ട്രെസ്സാണ് നമ്മളെ ലൈഫിൽ ബോഡിയിൽ ഉണ്ടാക്കുന്നത്. അതും ഹാർംഫുൾ ആണ്. സോ ഐ സ്പീക്ക് അബൌട്ട് ലേറ്റ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. എന്താ പറയാ, ഹാപ്പിനെസ്സിനെ കുറിച്ച് നമ്മളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ഹാപ്പിനെസ്സിലൂടെ സഹായിക്കുന്നുള്ളത് മാം ഒരുപാട് കാര്യങ്ങളിലൂടെ പറഞ്ഞു തന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഉള്ളിൽ തന്നെ ഹാപ്പിനെസ് ഉണ്ട്. അപ്പൊ നമ്മള് വല്ലാതെ പ്രഷർ ചെയ്ത് ചേസ് ചെയ്യാൻ പോവാതെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ പറഞ്ഞത് ഫോർഗിവ്നെസ് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മനസ്സിലും ഒരുപാട് പ്രഷറും ടെൻഷനും ഒക്കെ ഉള്ള സമയത്ത് എനിക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു. പക്ഷെ അത് ഈ ഫോർഗിവ്നെസ്സിലൂടെ ഹോപ്പനോപ്പന ചെയ്യുന്നതിലൂടെ മാറ്റാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞത് അത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളുടെ മനസ്സിനെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങി. നമ്മളുടെ എനർജി ലെവല് ചേഞ്ച് ആവാൻ തുടങ്ങി. അപ്പൊ അതിലൂടെ തന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപക്ഷെ നമ്മൾ അവരുടെ അടുത്ത് അവരെന്തെങ്കിലും പറയുമ്പോൾ ഒരുപക്ഷെ അത്രയും ഹേർട്ടായിട്ട് നമുക്ക് തോന്നാം, അവരത് മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളുടെ എനർജി ലെവല് പക്ഷെ ലോ ആയിട്ടിരിക്കും. എപ്പോ അവര് നമ്മളെ കാണുമ്പോഴും അവര് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മളുടെ ഉള്ളിൽ ആ ഒരു നെഗറ്റീവ് എനർജി അവിടെ അങ്ങനെ നിൽക്കും. അപ്പോ ഏറ്റവും നല്ലൊരു ഇതാണ് എന്താ പറയാ ഫോർഗിവ്നെസ് ചെയ്യാന്ന് പറയുന്നത്. കാരണം നമ്മള് പലപ്പോഴും പല ആളുകൾക്കും മാപ്പ് കൊടുക്കാനായിട്ട് നമുക്ക് വിഷമം തോന്നാറുണ്ട്. ശരിക്കും ഈ ഫോർഗിവ്നെസ് ചെയ്യുന്നതിലൂടെ നമ്മൾ അതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ഒരു എനർജിക്ക് എന്താ പറയാ മാപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഒരുപാട് ലോ ലെവലിലായിരുന്നു. പക്ഷെ എൻ്റെ എനർജി ലെവലിനെ എനിക്ക് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോവാനായിട്ട് എനിക്ക് ഇപ്പോ പറ്റുന്നുണ്ട്. അതൊരു എസ്പെഷ്യലി ഇൻ റിലേഷൻഷിപ്പ്. അപ്പോ കുറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ടെൻഷൻ വരാറുണ്ട്. പിന്നെ എനിക്ക് തോന്നും അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. കാരണം നമ്മളുടെ കാർമിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ബോണ്ടിനെസ് അവരോട് ഉണ്ടായിരുന്നുള്ളൂ. മൊത്തം ഇത്രേ ഉള്ളൂ നമുക്ക്. പിന്നെ അതിൽ കൂടുതൽ ടെൻഷൻ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. അതിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് മാപ്പ് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ പകുതി നമുക്ക് സമാധാനം കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിൽ നിന്ന് നമ്മളുടെ സ്നേഹത്തിന്റെ ഒരു വൈബ്രേഷൻ നമുക്ക് അവർക്ക് നമ്മളുടെ മാനസികമായിട്ട് നമ്മൾ സെൻഡ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ ഒരു നല്ലൊരു എനർജി ലെവലിലേക്ക് വരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു മാം. ഹോപ്പനൊപ്പം ഭയങ്കര പവർഫുൾ മെഡിറ്റേഷൻ ആണ്. ലൈക്ക് ദിവ്യ മാമിനെ അതിനെ പറ്റി ഒരു ക്ലാസ് എടുക്കാം. യു ഓൾറെഡി പ്രാക്ടീസിങ് ഇറ്റ് റൈറ്റ്? സോ അത് നല്ലൊരു പവർഫുൾ ആണ്. എല്ലാവരും പ്രാക്ടീസ് ചെയ്താൽ ഐ ഡോണ്ട് പ്രാക്ടീസ് ഇറ്റ് ബട്ട് ഐ നോ ഹൗ ടു ഡു ഇറ്റ്. നല്ലൊരു പവർഫുൾ മെഡിറ്റേഷൻ ആണ്.
യെസ്, ഞാൻ ചെയ്യാറുണ്ട് മാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എനർജി ലെവല് വളരെ ലോ ആയിരുന്നു. ഞാൻ ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പോലും എനിക്ക് വളരെ എന്റെ ഡിസ്ട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം എനിക്ക് അവരങ്ങനെ പറഞ്ഞു, ഓഫീസിൽ നിന്ന് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വന്നു. വളരെ ലോ ലെവലിലായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എന്റെ കുഴപ്പമാണ്, അവരുടെ കുഴപ്പമല്ല എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അവരത് പറഞ്ഞു പോകും, പക്ഷെ നെക്സ്റ്റ് ഡേ അവര് റിഫ്രഷ് ആയിട്ട് വരും. ബട്ട് മൈ മൈൻഡ് ഈസ് സെയിം. അത് ഞാൻ എപ്പോഴും ആഹാ, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ നമ്മളിങ്ങനെ തിരഞ്ഞു പോയപ്പോഴാണ് മനസ്സിലായത്, ഡെസ്പിറേറ്റ് എനർജിയെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. നമ്മള് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പ്രഷറൈസ് ചെയ്യുന്നു. നമ്മൾ ഒന്നിനും പ്രഷർ ചെയ്യണ്ട. അവര് ചീത്ത പറഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിനെ നമ്മൾ കൂടുതലായിട്ട് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വേണ്ട, സിമ്പിൾ വേയിൽ പോവാ. അപ്പോ നമ്മളെ ശരീരത്തെ മാനസികമായിട്ട് അത് ബാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ. താങ്ക് യു. താങ്ക് യു. ദിവ്യ മാം ക്ലാസ് എടുക്കാറുണ്ടോ? നല്ലോണം സംസാരിക്കുന്നല്ലോ. ഐ തിങ്ക് യു ക്യാൻ ടേക്ക് എ ക്ലാസ് ഓൺ ഓപ്പൺ മെഡിറ്റേഷൻ അല്ലേ? ഓക്കെ, താങ്ക് യു. ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. എടുത്തിട്ടുണ്ടാ? അതായത് പ്രാക്ടീസ് ചെയ്യുന്ന ആള് ക്ലാസ് എടുത്താൽ കുറച്ചും കൂടി പവർഫുൾ ആയിരിക്കും. ലൈക്ക് ഷീ ഓൾറെഡി പ്രാക്ടീസസ് ഓപ്പൺ മെഡിറ്റേഷൻ. അത് ചെയ്തിട്ടുള്ള ബെനിഫിറ്റും അതിന്റെ ഇതൊക്കെ ഒരു ടോപ്പിക്കായി എക്സ്പെക്ടിങ് സൂൺ. ഐ വാണ്ട് ടു ലിസൺ ടു ഇറ്റ്. ഓപ്പൺ അപ്പ് ക്ലാസ് വന്നിട്ടുണ്ടാ? ദിവ്യ മാം എന്നെ എടുത്തതാ? അല്ല, അത് വേറെ എടുത്തിട്ടുണ്ടാ? കണ്ടിട്ടില്ല. സാരമില്ല, റിപ്പീറ്റേഷൻ നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ നമ്മളെ ഹോളി ബുക്സിൽ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സോ റിപ്പീറ്റേഷൻ മൈൻഡിന് നല്ലതാണ്. എടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഐ ക്യാൻ ലിസൺ ടു ഇറ്റ് വൺസ് മോർ. അപ്പോ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ഒരുപാട് കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എനിവേ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പൊ ഹാപ്പിയിലേക്കും സന്തോഷത്തിലേക്കും ഫോക്കസ് ചെയ്യുക. എനിവേ സാജിദ മാം, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സെക്ഷൻ. അപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Thank you. Happy day. Okay. Thank you, Sajida ma'am. Thank you all. Thank you very much. Thank you, Sajida ma'am. Thank you all.